കർത്താവിൻ്റെ പൊന്നുനാമത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം ഞാൻ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൽ നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ സർവശക്തനായ ദൈവം എനിക്ക് തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വളരെ പ്രാധാന്യമുള്ളതും നമ്മെ കർത്താവിൻ്റെ രാജ്യത്തിൽ പണിതുയർത്തി അവിടുത്തെ ശക്തരാക്കി മാറ്റാൻ, അധികാരമുള്ളവരാക്കി മാറ്റാൻ, അഭിഷേകമുള്ളവരാക്കി മാറ്റാൻ, ദൈവത്തിന് പ്രയോജനമുള്ളവരാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് അതിന് അനുയോജ്യമായ ഒരനുഗ്രഹീതമായ മർമ്മരൂപേണ ഇരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വേർഡാണ് ഇന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിൽ നൽകിയിരിക്കുന്നത്. ഇന്നല്ല, ഇന്നലെ മുതൽ എൻ്റെ ഉള്ളിൽ അതിങ്ങനെ കിടന്ന് കറങ്ങുക. നമ്മുടെ താങ്ക്സ് പ്രയറിലാണ് എനിക്ക് ആ ഒരു വേർഡ് കർത്താവ് തന്നത്. അതിങ്ങനെ എൻ്റെ മനസ്സിനകത്ത് കിടന്ന് ഇങ്ങനെ വട്ടം ചുറ്റി നിൽക്കുന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ അതൊരു കീ ആണെന്ന് എനിക്ക് മനസ്സിലായി. അതൊരു കീ ആണെന്ന് മനസ്സിലായി. നിങ്ങൾക്ക് ചില സമയം ചില വേർഡ് ഇങ്ങനെ മനസ്സിനകത്ത് കിടന്ന് വട്ടം കറങ്ങാറില്ലേ? നമ്മൾ എത്ര തന്നെ അതിനെയൊക്കെ ശ്രദ്ധിച്ചിട്ട് പിന്നീട് മറക്കാൻ ശ്രമിക്കുകയല്ല, അത് പിന്നീട് അങ്ങ് മാറിപ്പൊക്കോളൂ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചാലും പിന്നെ അതിങ്ങനെ വട്ടം ചുറ്റി കറങ്ങാറില്ലേ? ആ വട്ടം ചുറ്റി കറങ്ങുമ്പോൾ മനസ്സിലാക്കിക്കോണം, ആ വേർഡ് ഒരു കീ ആണ്. ആ വേർഡ് ഒരു കീ ആണ്. ഏതോ ഒരു ലോക്കായിരിക്കുന്ന ഒരു ബോക്സിനെ ഓപ്പൺ ചെയ്യാനുള്ള ഒരു കീ ആണ് ആ വേർഡ്. ചിലപ്പോൾ ചില ഗാനങ്ങൾ ഇങ്ങനെ വട്ടം ചുറ്റി കളിക്കാറില്ലേ? അതൊരു കീ ആണ്. അത് എവിടെയോ ഏതോ ഒരു മേഖലകൾക്ക് പൊറുതി വരുത്താൻ, ഏതോ ഒരു മുറിവിന്മേലുള്ള ഒരു ഔഷധമായോ ഏതോ ഒരു ചോദ്യത്തിൻ്റെ മേലുള്ളൊരു മറുപടിയായോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഹോളി സ്പിരിറ്റ് തന്നിരിക്കുന്ന ഒരു കീ ആണ്. ഇന്നലെ ഈ വേർഡ് ഞാൻ എൻ്റെ ടങ്സ് പ്രയറിൽ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്നപ്പോൾ ഞാനത് പൊതുജനത്തിൻ്റെ മുമ്പിൽ വായിച്ചു. കർത്താവ് അവിടം കൊണ്ട് നിർത്തിയില്ല. പിന്നെയും ഇങ്ങനെ അത് മനസ്സിനകത്ത് ഇങ്ങനെ ഓടിച്ചു തന്നുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അതൊരു കീ ആണ്. ഇന്ന് അത് നമ്മുടെ ഏതൊക്കെയോ മേഖലകളെ അൺലോക്ക് ചെയ്യാനുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട കീ ആണ്. പറഞ്ഞേ, ഇന്ന് എൻ്റെ ജീവിതത്തിൻ്റെ പല മേഖലകളും കർത്താവ് ഈ വേർഡിനകത്ത് ഓപ്പൺ ചെയ്യും. ഈ വേർഡിനകത്ത് ഓപ്പൺ ചെയ്യും. യാക്കോബിൻ്റെ ലേഖനം 1-ാമത്തെ അധ്യായം 20-ാമത്തെ തിരുവചനം. യാക്കോബിൻ്റെ ലേഖനം 1-ാമത്തെ അധ്യായം 20-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് അവിടെ വായിക്കുന്നത്. നമ്മളെല്ലാവർക്കും അറിയാവുന്നൊരു വാക്യമാണ്. യൂട്യൂബിൽ കഴിയുമെങ്കിൽ ദൈവമക്കൾക്ക് ആ വേർഡ് കിട്ടിയാൽ നിങ്ങളൊന്നത് ലൈവ് ചാറ്റിനകത്തൊന്നിട്ടാൽ അതൊരുപാട് പേർക്ക് വായിക്കാൻ സഹായകരമായിരിക്കും. യാക്കോബ് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 20-ാമത്തെ അനുഗ്രഹീതമായ തിരുവചനം. മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. ദൈവത്തിൻ്റെ കരത്തെ തടയുവാൻ, കർത്താവിൻ്റെ പ്രവർത്തികളെ തടയുവാൻ, ദൈവവചനത്തെ അതിൻ്റെ സഞ്ചാരത്തെ തടയുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും ഒരു സാമ്രാജ്യത്തിനും ഒരായുധങ്ങൾക്കും ഒരാശയങ്ങൾക്കും ഒരു തത്വസംഹിതകൾക്കും കഴിയത്തില്ല. തർക്കമില്ല. പക്ഷേ ഒരു ദൈവ പൈതലിന് ദൈവത്തിൻ്റെ പ്രവർത്തികളെ തടയാൻ കഴിയും എന്നത് ഈ വേർഡ് വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തെ വേദനിപ്പിക്കാൻ ഒരു സാത്താന്യ ശക്തികൾക്കും കഴിയത്തില്ല. തർക്കമില്ലാത്ത കാര്യമാണ് നമുക്ക്. എന്നാൽ ദൈവത്തെ വേദനിപ്പിക്കാൻ ഒരു ദൈവ പൈതലിന് കഴിയും. എന്തൊരു വിരോധാഭാസമാണല്ലേ? ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാനിനെ തകർക്കാൻ ദൈവത്തിൻ്റെ ഏഞ്ചലായിരുന്ന ലൂസിഫറിന് പോലും കഴിയത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാനിനെ തകർക്കാൻ ഒരു ദൈവ പൈതലിന് കഴിയും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാനിനെ തകർക്കണം എന്നാണോ ഞാൻ പറഞ്ഞു വരുന്നത്? ഒരിക്കലും അല്ല. എത്ര തന്നെ ദൈവം വിശ്വസ്തരായിട്ടാണ് നമ്മെ എണ്ണിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ഒരു മനുഷ്യനെ തൻ്റെ പുത്രനെ നൽകി
അതേ അധികാരവും അതേ ചുമതലകളും അതേ പവറും അതേ ദൈവരാജ്യത്തിൻ്റെ സന്തോഷമൊക്കെ ഏൽപ്പിച്ച് നമ്മെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. ആ ദൈവ പൈതലിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം യാക്കോബിലൂടെ പറയുകയാണ്, ദൈവത്തിൻ്റെ നീതിയെ തടയാൻ, ദൈവത്തിൻ്റെ ഒരു നീതിയെ പ്രവർത്തിക്കാതിരിക്കാൻ ഒരു മനുഷ്യൻ്റെ പ്രവർത്തിക്ക് കഴിയും. ദൈവത്തിൻ്റെ നീതി മനുഷ്യർക്ക് വേണ്ടി വെളിപ്പെടേണ്ടതാണ്. ദൈവപ്രവൃത്തി ദൂതന്മാർക്ക് വേണ്ടിയിട്ടല്ല, ദൈവപ്രവൃത്തി ഒരു മനുഷ്യന് വേണ്ടി വെളിപ്പെടേണ്ടതാണ്. ദൈവപ്രവൃത്തി മറ്റ് ഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ദൈവപ്രവൃത്തി ഒരു ചെറുഗ്രഹമാകുന്ന ഭൂമിക്ക് വേണ്ടി വെളിപ്പെടേണ്ടതാണ്. ദൈവപ്രവൃത്തിയെ സൂക്ഷിച്ചു നോക്കുന്നതും ദൈവപ്രവൃത്തിക്ക് വേണ്ടി പ്രാർത്ഥനകൾ ഉയരുന്നതും ചെറുഗ്രഹമാകുന്ന ഭൂമിയിൽ നിന്നാണ്. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തടയുന്നതും ഇതേ ഭൗമാന്തരീക്ഷത്തിനകത്താണ്. ഈ ഭൗമാന്തരീക്ഷത്തിൻ്റെ ചെറിയൊരംശമാണ് നിങ്ങളുടെ ലൈഫ്. ഈ ഭൗമാന്തരീക്ഷത്തിലെ ചെറിയൊരു പാർട്ടാണ് നിങ്ങളുടെ ഹൗസ് അല്ലെങ്കിൽ ഹോം, നിങ്ങളുടെ വീട്, നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങൾ. ഒരു ദൈവപ്രവൃത്തി മൊത്തമായി നിൽക്കുന്ന ഒരു ഭൗമാന്തരീക്ഷത്തിൻ്റെ ചെറിയ ഒരു പാർട്ടിലേക്ക് വെളിപ്പെടണമെങ്കിൽ പോലും ഒരു മനുഷ്യൻ്റെ കൺസെൻറ്റും ഒരു മനുഷ്യൻ്റെ സ്റ്റെബിലിറ്റിയും ആവശ്യമാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഒരു ഭൗമാന്തരീക്ഷത്തിൻ്റെ ചെറിയ ഒരു പാർട്ടിലാണ് നമ്മളൊരു കേക്ക്, ഒരു കിലോ ഉള്ള ഒരു കേക്ക്, ഒരു പ്ലം കേക്ക്, ഒരു റൗണ്ട് കേക്കിനെ നമ്മളൊരു 20 കഷ്ണങ്ങളായിട്ട് വേണമെങ്കിലും നമുക്കതിനെ ഡിവൈഡ് ചെയ്യാം, സ്ലൈസ് ചെയ്യാം. 10 കഷ്ണങ്ങളായിട്ട് വേണമെങ്കിലും സ്ലൈസ് ചെയ്യാം. 25 കഷ്ണങ്ങളായിട്ട് വേണമെങ്കിലും നമുക്ക് അതിനെ സ്ലൈസ് ചെയ്യാം. ചിലപ്പോൾ ബ്ലേഡ് പോലെ നമുക്ക് കട്ട് ചെയ്താൽ ചിലപ്പോൾ അതിൽ കൂടുതലും നമുക്ക് സ്ലൈസ് ചെയ്യാം. അപ്പോൾ ഒരു പ്ലം കേക്കിനെ, 1 കിലോയുള്ള പ്ലം കേക്കിനെ ഒരു മൊത്തത്തിലുള്ള ഭൗമാന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഒരു ചെറിയ പീസാണ് ഞാൻ പറഞ്ഞ ഒരു ഭൗമാന്തരീക്ഷത്തിൻ്റെ ചെറിയ ഒരു പാർട്ടാണ് നമ്മളെന്ന് പറഞ്ഞത്. ആ ഒരു ചെറിയ പാർട്ടിലേക്ക് ഒരു ദൈവശക്തി വെളിപ്പെടണമെങ്കിൽ പോലും ഒരു മനുഷ്യൻ്റെ നേർമയും വിശുദ്ധിയും കൺസെൻറ്റും അവൻ്റെ ലൈഫും വളരെ പ്രാധാന്യം അർഹിക്കുന്നു. യാക്കോബ് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു വേർഡാണ് അവിടെ പറയുന്നത്. മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതി പ്രവർത്തിക്കാതെ വണ്ണം ദൈവത്തെ നിർത്തൽ ചെയ്യുന്നു. എന്താണ് യാക്കോബ് ഇത് പറയാൻ കാരണം? യാക്കോബ് ഒന്നും അറിയാത്തവരോടല്ല ഇത് പറയുന്നത്, സകലവും അറിയുന്ന ഒരു ദൈവ പൈതലിനോടാണ് ഈ വാക്ക് പറയുന്നത്. 19-ാമത്തെ വാക്യം, നമ്മൾ 20-ാമത്തെ വാക്യമാണ് വായിച്ചത്. 19-ാമത്തെ വാക്യം ഇത് പറയുന്നു, പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അത് അറിയുന്നുവല്ലോ. എന്തറിയുന്നവരോടാണ്? ദൈവം നീതി പ്രവർത്തിക്കുന്നവനാണ് എന്നും അതേസമയം നിങ്ങളുടെ പ്രവൃത്തി ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തടയുന്നു എന്നും പറഞ്ഞിരിക്കുന്നത്. എന്തറിയുന്നവരോടാണ്? നിങ്ങളത് അറിയുന്നുവല്ലോ എന്ന് യാക്കോബ് പറയുന്നു. എന്തറിയുന്നവരോടാണ്? ദൈവം പ്രവർത്തിക്കുന്നവനാണെന്നും എന്നാൽ നിങ്ങൾ നിമിത്തം മതി ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ എന്നും യാക്കോബ് പറയുന്നത്. നിങ്ങളൊന്ന് നോക്കിക്കേ, 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 1-ാമത്തെ അധ്യായത്തിന്റെ തന്നെ 17-ാമത്തെ വാക്യം വായിച്ചാൽ, എല്ലാ നല്ല ദാനവും, വളരെ ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരങ്ങളിൽ നിന്ന്, വെളിച്ചങ്ങളുടെ പിതാവിങ്കൽ നിന്ന് ഇറങ്ങി വരുന്നു. ഒന്ന് ശ്രദ്ധിക്കണം, വാക്ക് ശ്രദ്ധിക്കണം, ഓടരുത്. ഇറങ്ങി വരുന്നു. അപ്പൊ ഇറങ്ങി വരേണ്ട ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് യാക്കോബ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്, അല്ലേ? ഇറങ്ങി വരേണ്ട ഒരു പ്രവൃത്തി, പുറപ്പെട്ടാലേ ഇറങ്ങി വരത്തുള്ളൂ. പുറപ്പെടണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഈ കോസ്മോസിനകത്ത്, ഈ അന്തരീക്ഷത്തിനകത്ത് ആ ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും നീതിയെയും സ്വീകരിക്കാൻ കൊള്ളാമെന്നുള്ള ഒരുത്തൻ വേണം. ദൈവം ഒരു മുഴുവൻ ഭൗമാന്തരീക്ഷത്തെ രക്ഷ ചെയ്തെടുക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്.
മുഴുവൻ ഭൗമാന്തരീക്ഷവും കർത്തൃ സാന്നിധ്യം കൊണ്ട് നിറയും. ഒരു കാലം അത് നിറയും. ആരൊക്കെ സ്വീകരിച്ചാലും ഇല്ലെങ്കിൽ അതിവിടെ സംഭവിക്കും. പക്ഷെ ഇന്ന് ഈ തീയതിയിൽ, ഈ ഡേറ്റിൽ, ഈ വർഷത്തിൽ ഈ ഭൗമാന്തരീക്ഷത്തിന്റെ ഞാൻ പറഞ്ഞ 1 കിലോ പ്ലം കേക്കിന്റെ 20 സ്ലൈസുകളിൽ ഏതെങ്കിലും ഒരെണ്ണം, ചിപ്പ് പോലിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ലൈസ് എങ്കിലും ഈ വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ദാനത്തെ സ്വീകരിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ, ഇറങ്ങി വരുന്ന ദൈവ ശക്തിയെ, ഇറങ്ങി വരുന്ന ഒരു ദൈവ പ്രവൃത്തിയെ, ഇറങ്ങി വരുന്ന ഒരു മഹത്വത്തെ, ഇറങ്ങി വരുന്ന മറുപടിയെ തടയുവാൻ ഒരു ദുഷ്ട ശക്തിക്കും കഴിയുകയില്ല എന്ന് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. ഇറങ്ങി വരുന്ന ഒരു ദൈവ പ്രവൃത്തി, ഇറങ്ങി വരുന്ന ഒരു ദാനം. ഒരു ഈ ദൈവം വിളിച്ച് ചേർത്തിരിക്കുന്ന, കർത്താവ് വിളിച്ച് കണക്ട് ചെയ്തിരിക്കുന്ന ഇത്രയും ദൈവമക്കൾക്കകത്ത് ഒരു വ്യക്തിയിലേക്കാണെങ്കിൽ പോലും ഒരു ദൈവപ്രവൃത്തി ഇറങ്ങിയാൽ അത് തടയപ്പെടത്തില്ല. ഇറങ്ങുന്ന പ്രവർത്തികൾ എന്താണ്? യാക്കോബ് എന്താ ഇത്ര സീരിയസ് ആയിട്ട് സംസാരിക്കാൻ കാരണം? എന്താ ഇസ്രായേലെ അങ്ങ് ഇത്ര സീരിയസ് ആയിട്ട് സംസാരിക്കാൻ കാരണം? യാക്കോബിന് ഇസ്രായേൽ എന്ന ദൈവമാണ് പേരിട്ടെ. എന്താ അങ്ങനെ സംസാരിക്കാൻ കാരണം? ദൈവത്തിന്റെ നീതിക്കകത്ത് പെടുന്ന ഏറ്റവും വലിയ സംഗതികളെ കുറിച്ച് ഇവിടെ യാക്കോബ് ഒന്ന് ചുരുക്കി എഴുതിയേക്കുന്നത്. എന്താണ് യാക്കോബ് പറയുന്നത്? ദാനങ്ങൾ വരണമെങ്കിലും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങണം. ഒന്ന്, വരങ്ങൾ വരണമെങ്കിലും സ്വർഗത്തിൽ നിന്ന് ഇറക്കണം. ഇതിനകത്ത് പല ആവശ്യക്കാരുണ്ട്, പല ആഗ്രഹങ്ങളുള്ളവരുണ്ട്, പല അംബിഷൻസ് ഉള്ളവരുണ്ട്, പല പ്രയർ പോയിന്റുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇപ്പൊ എല്ലാവർക്കും ഒരേ സ്ഥലത്ത് നിന്നാണ് മറുപടി. പ്രിയ സുഹൃത്തേ, അല്ലേ? നിങ്ങളുടെ മറുപടി ഓസ്ട്രേലിയ എന്നല്ല, എന്റെ മറുപടി മലേഷ്യ എന്നല്ല, ഇപ്പുറത്തിരിക്കുന്ന ആളുടെ മറുപടി കാനഡ എന്നല്ല. എല്ലാം ഒരിടത്ത് സെൻട്രലൈസ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ, ഇസ്രായേലിന്റെ പരിശുദ്ധനോടാണ് നിങ്ങളുടെ ആശ്രയമെങ്കിൽ, നിങ്ങൾ ദൈവ സന്നിധിയിലാണ് നിങ്ങളുടെ ധ്യാനമെങ്കിൽ, നിങ്ങൾ ഈ വേർഡാണ് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങളുടെ മറുപടി നാല് ദിക്കി എന്നല്ല വരുന്നേ. നിങ്ങളുടെ മറുപടി സെൻട്രലൈസ് ചെയ്തിരിക്കുകയാണ്. ഒരിടത്തു നിന്നാണ് അതിന്റെ സപ്ലൈ വരുന്നത്. ഒരിടത്തുനിന്ന് പുറപ്പെടുന്ന സപ്ലൈയെ തടയാൻ പോലും, ഒരിടത്തുനിന്ന് പുറപ്പെടുന്ന ഡിസ്ട്രിബ്യൂഷനെ തടയാൻ പോലും ഒരു മനുഷ്യന് സാധിക്കും. ഇത് ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു കേസാണ്. ഒരിടത്തുനിന്ന് പുറപ്പെടുന്ന മറുപടിയെ തടയുന്ന, ഒരിടത്തുനിന്ന് പുറപ്പെടുന്ന ഡിസ്ട്രിബ്യൂഷൻ തടയുന്ന, ഒരിടത്തുനിന്ന് പുറപ്പെടുന്ന റെമഡി തടയുന്ന, ഒരിടത്തുനിന്ന് പുറപ്പെടുന്ന ഗുഡ് ഗിഫ്റ്റ് തടയുന്ന, ഒരിടത്തുനിന്ന് പുറപ്പെടുന്ന സാൽവേഷൻ തടയാൻ പോലും ഒരു മനുഷ്യന് കഴിയും. ഞാൻ അതിന് ഇംഗ്ലീഷ് വേർഷനാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇത് നോക്കിക്കേ. എവറി ഗുഡ് ഗിഫ്റ്റ് ആൻഡ് എവറി പെർഫെക്റ്റ് ഗിഫ്റ്റ് ഈസ് ഫ്രം എബവ്. ഗുഡ് ഗിഫ്റ്റും ഉണ്ട്, പെർഫെക്റ്റ് ഗിഫ്റ്റും ഉണ്ട്. ഗുഡ് ഗിഫ്റ്റും ഉണ്ട്, പെർഫെക്റ്റ് ഗിഫ്റ്റും ഉണ്ട്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവും, അങ്ങനെ അതിനെ മലയാളത്തിൽ പറയുന്നത്. പെർഫെക്റ്റ് ആകാൻ ആഗ്രഹമുള്ളവന് ദൈവം ആ നിലയിൽ, എനിക്കൊരു വിധം ഹൗ ആർ യു, ഐ ആം ഗുഡ് എന്ന് പറയുന്നവരും ഉണ്ട്, ഐ ആം ഫൈൻ എന്ന് പറയുന്നവരും ഉണ്ട്. രണ്ടും ഒരേ അർത്ഥമാണെന്ന് പറഞ്ഞാലും രണ്ടിനകത്തും ഭയങ്കര ഇതുണ്ട്. ഈ ഗുഡ് പറയുന്നവൻ എവിടെയൊക്കെ പ്രശ്നങ്ങൾ അല്പസ്വല്പമൊക്കെ ഉണ്ട്. പക്ഷെ ഐ ആം പെർഫെക്റ്റ് എന്ന് പറയുന്നവന് ഹല്ലേലൂയ, അവന് തിരിച്ച് വേറൊന്നും അതിനകത്ത് ഇപ്പൊ ഈ തൽക്കാലം എന്നെ അലട്ടുന്ന ഒരു സാധനം ഇല്ല. അതെന്റെ മീനിങ്. ഐ ആം പെർഫെക്റ്റ് എന്ന് പറയും. ഗുഡ് ഗിഫ്റ്റും ഉണ്ട്, പെർഫെക്റ്റ് ഗിഫ്റ്റും ഉണ്ട്. അതിനകത്തൊന്ന് ഒരു വാക്യം, ഒരു വാചകം കൂടെ ദൈവാത്മാവ് തരുന്നു. നീ ദൈവത്തിന്റെ നീതിയിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ആദ്യം ഒരുപക്ഷെ നിന്നെ തേടി ഗുഡ് ഗിഫ്റ്റ് ആയിരിക്കും വരുന്നത്. നീ ഗുഡ് ഗിഫ്റ്റിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നോ അതിനുശേഷം
പെർഫെക്റ്റ് ഗിഫ്റ്റ് നിന്നിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഞാൻ തികഞ്ഞൊരു ദൈവസാന്നിധ്യത്തിൽ ഇരുന്ന് ഇത് സംസാരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഒരുത്തന്റെ ഗിഫ്റ്റ് പുറപ്പെടണമെങ്കിലും അത് പ്രാപിക്കാനും എനിക്ക് സാധിക്കും, അത് തടയാനും എനിക്ക് സാധിക്കും. നിങ്ങളുടെ വീടിന്റെ ഒരു അറ്റ്മോസ്ഫിയറിന്റെ ഡെലിവറൻസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിലും അത് സ്വീകരിക്കാനും എനിക്ക് സാധിക്കും, അത് തടയാനും എനിക്ക് സാധിക്കും. കാരണം ഇതെല്ലാം ഒരു മനുഷ്യൻ, ഈ സകല മറുപടിയും ദൈവത്തിൽ കേന്ദ്രീകൃതമായിരിക്കുന്നത് പോലെ സകല മറുപടികളും ദൈവത്തിൽ കേന്ദ്രീകൃതമായിരിക്കുന്നത് പോലെ ഇത് സ്വീകരിക്കാനുള്ള കപ്പാസിറ്റിയും എലിജിബിലിറ്റിയും ഒരു മനുഷ്യനിലാണ് ദൈവം കേന്ദ്രീകരിച്ചു വെച്ചിരിക്കുന്നത്. പുത്രനാം യേശു കർത്താവിന് ഇവിടെ വരാനും പാപികളുടെ കയ്യാൽ കൊല്ലപ്പെടാൻ നിന്നുകൊടുക്കാനും ആ ദൈവത്തിന്റെ വചനം അതുപോലെ തന്നെ ഫുൾഫിൽ ചെയ്യാനും മാത്രമേ കർത്താവ് യേശുവിന് കഴിയത്തുള്ളൂ. ആരുടെ തലമുടിക്ക് പിടിച്ചും കുലുക്കി ആ രക്ഷയെ പുള്ളിയുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാനൊന്നും യേശു കർത്താവിന് കഴിയത്തില്ല. എന്തും സാധിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞാൽ രക്ഷയൊന്നും നിർബന്ധിച്ച് പിടിച്ചേൽപ്പിക്കുന്ന ഒരു പരിപാടി കർത്താവിനില്ല. കർത്താവ് കാൽവരി ക്രൂശിൽ ചെയ്തത് അത് ക്രിസ്തുവിൽ സെൻട്രലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ, അത് വിശ്വസിക്കുന്ന എന്നിലേക്ക് ആ രക്ഷ ലഭിക്കേണ്ടത് ക്രിസ്തുവിൽ സെൻട്രലൈസ് ചെയ്ത് വെച്ചേക്കുന്നത് പോലെ അത് ലഭ്യമാക്കേണ്ടത് എന്നിൽ മാത്രമാണ് സ്വർഗം കേന്ദ്രീകരിച്ചു നിർത്തിയിരിക്കുന്നത്. ഫെയ്ത്ത് വരേണ്ട എന്നിലാണ്. രക്ഷ വേണമെന്ന് തോന്നേണ്ടത് എനിക്കാണ്. അത് എനിക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നേണ്ടത് എനിക്കാണ്. സാൽവേഷൻ ആവശ്യം എനിക്കാണ്. ഇയാളൊന്ന് സാൽവേഷനിൽ വന്നെങ്കിലെന്ന് എൻ്റെ ഭാര്യ വിചാരിച്ചിട്ട് കാര്യമില്ല, അത് എൻ്റെ ഡിസിഷനാണ്. അപ്പൊ ആ രക്ഷയെ സ്വീകരിക്കാനും എനിക്ക് കഴിയും, അതിന് വേണ്ട, തൽക്കാലം എനിക്ക് വേണ്ട എന്ന് പറയാനും എനിക്ക് കഴിയും. അതുകൊണ്ട് യാക്കോബ് പറഞ്ഞു, ഒരു മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് യാക്കോബ് പറഞ്ഞത്, നിങ്ങൾക്കറിയാമല്ലോ എല്ലാ നല്ല ദാനവും തികഞ്ഞ വരങ്ങളൊക്കെയും, every good gift and every perfect gift is from above, coming down from the Father of light, with whom there is no variation or shadow due to change. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. കാരണം എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരങ്ങളിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ആ വരവിനെ തടയുന്ന ഒരു സംഗതി. am I right? അപ്പൊ ഇറങ്ങാൻ കഴിയാത്തൊരിടത്തല്ല ദൈവം മറുപടി വെച്ചിരിക്കുന്നത്. മോനെ, ഈ ഭൂമിയിൽ കർത്താവ് ഇതിന്റെ ഗോഡൗണ്, ഈ ഭൂമിയിൽ ഈ ദൈവപ്രവർത്തികളെയും ആ കിങ്ഡവും, ഹെവൻലി കിങ്ഡവും, കർത്താവിൻ്റെ സിംഹാസനം പോലും കർത്താവ് ഈ ഭൂമിയിൽ കൊണ്ടുവരാതെ അത് അവിടെ തന്നെ സ്ഥാപിച്ചതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഭൂമിയിൽ വന്നെങ്കിൽ അതിന് 16 പാർട്ടികൾ വന്നേനെ. കർത്താവിൻ്റെ സിംഹാസനം അങ്ങനല്ല ഇരിക്കേണ്ടേ. ആ സിംഹാസനത്തിൽ ആ സാധനം വെച്ച് പിടിപ്പിക്കാൻ പാടില്ല. അല്ല, ആ ഒരു സാധനം അവിടെ ഇരിക്കുന്നത് സാത്താനീയമാണ്. സിംഹാസനത്തിൻ്റെ ആ കല്ല് അത് നമുക്ക് യോഗ്യമല്ല, ആ കളറ് നമുക്ക് യോഗ്യമല്ല. അതങ്ങനെ ഈ മനുഷ്യന്റെ ഇടയിൽ കൊണ്ട് കർത്താവ് സിംഹാസനം ഇട്ടുന്നുണ്ടെങ്കിൽ ഇന്നും ദൈവത്തിന് ഇരിക്കപ്പുറതി ഉണ്ടാകത്തില്ല. കർത്താവ് ഇരുന്ന് കാണുകയല്ല ഇതുവരെ. ഹല്ലേലൂയ. പക്ഷെ ഈ സാൽവേഷൻ ദൈവം എൻ്റെ ഇടയിലിട്ടില്ലേ, അതെനിക്കൊരു വിസ്ഡം ഉണ്ടാകാനും കൂടെ വേണ്ടിയിട്ടാണ്. ഒരു വിസ്ഡം. കളറ് കൊണ്ട് ദൈവപ്രവൃത്തിയെ മുട്ടിച്ചു നോക്കുന്നവരുണ്ട്, ഒത്തുപോകാൻ മാട്ടെ. രീതികൾ കൊണ്ട് ദൈവപ്രവർത്തികളെ മുട്ടിച്ചു നോക്കുന്നവരുണ്ട്, ഒത്തുപോകാൻ മാട്ടെ. പിന്നെ ചില പ്രത്യേക ശൈലികൾ കൊണ്ട് ദൈവപ്രവർത്തികളെയും, മോനെ, എന്തിറങ്ങി വരണമെങ്കിലും ഉയരത്തിൽ നിന്ന് ഇറങ്ങി വരണം. ഇവിടെ മനുഷ്യൻ പറയുന്ന കളറിനകത്ത് നിൽക്കുന്ന ദൈവമല്ല,
മനുഷ്യൻ പറയുന്ന ആകൃതിക്കകത്ത് നിൽക്കുന്ന ദൈവമല്ല, മനുഷ്യൻ പറയുന്ന സംഘടനയ്ക്കകത്ത് നിൽക്കുന്ന ദൈവമല്ല, മനുഷ്യൻ വെക്കുന്ന ക്ഷേത്രങ്ങൾക്കകത്ത് നിൽക്കുന്ന ദൈവമല്ല, മനുഷ്യൻ പണിയുന്ന ചേർച്ചിനകത്ത് നിൽക്കുന്ന ദൈവമല്ല. അവിടെ വചനം വ്യക്തമായിട്ട് പറയുന്നു, അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. ഒരു വ്യത്യാസമില്ല. മഴ ഇന്ന് പകൽ നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു തിരുവനന്തപുരത്ത്. എന്നാൽ ഇന്നലെ അങ്ങനത്തെ ഒരു കാലാവസ്ഥയല്ല. കാര്യം തന്നെ ഇന്നലെ മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ കാലാവസ്ഥയുടെ നിറം ആയിരുന്നില്ല ഇന്നലെ പകൽ ഞാൻ ഈ എൻ്റെ പ്രദേശത്ത് കണ്ടത്. കാരണം ഒരുതരം മങ്ങിയ കാലാവസ്ഥയായിരുന്നു. എന്നാൽ ഈ പരിപാടി കർത്താവിനില്ല എന്ന് അവിടെ എഴുതി വെച്ച്, ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ല. അവന് ദുഃഖം വരുമ്പോൾ ഞാൻ ഇന്ന് മറുപടി പ്രൊവൈഡ് ചെയ്യുന്നില്ലെന്ന് പറയുന്ന ദൈവമല്ല. നമ്മൾ ദുഃഖം വന്നാൽ ഇന്ന് പ്രാർത്ഥിക്കാൻ സൗകര്യമില്ല എന്ന് പറയുന്നവരാ. കല്യാണം വന്നാൽ ഇന്ന് മീറ്റിങ്ങിന് കൂടാൻ പറ്റുകയില്ല എന്ന് പറയുന്നവരാണ് നമ്മൾ. അതെൻ്റെ വളരെ 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 വർഷങ്ങൾക്ക് മുൻപേ, ഞാൻ ജനിക്കുന്നതിനും മുമ്പേ ജനിച്ച ഒരു വ്യക്തിയുടെ കല്യാണമാണ്. ആ പുള്ളിയും ഞാനും തമ്മിൽ വളരെ ദൂരത്തിലുള്ളൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് പുള്ളിയുടെ കല്യാണമാണ്, അതുകൊണ്ട് ഇന്ന് ഞാൻ ചർച്ചയിൽ പോകത്തില്ല എന്ന് പറയുന്നവരാണ് നമ്മൾ. എന്നാൽ കർത്താവിന് അങ്ങനെ ഒരു കല്യാണം ഉണ്ടെങ്കിൽ ഇന്ന് മറുപടി ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതല്ല എന്ന് പറയാത്തൊരു ദൈവമാണ്. അവന് ഗതിഭേദത്താൽ ആച്ഛാദനമില്ല, അവന് മാറ്റമില്ല. മറുപടി ഒരിടത്തുനിന്നേ വരും, സ്വർഗത്തിൽ നിന്ന്. അത് ഇറങ്ങി വരേണ്ടതാന്ന് യാക്കോബ് വ്യക്തമായിട്ട് പറയുന്നു. എങ്ങനെയാണ് മറുപടികൾ ഇറങ്ങുന്നത്? നിങ്ങൾ തൊട്ടിയും കയറും ഇട്ട് വെള്ളം കിണറിൽ നിന്ന് കോരാത്തവർ കുറവാണ്. വെള്ളം എവിടെയാണ് കിടക്കുന്നത്? കിണറിനകത്താണ് കിടക്കുന്നത്. 18 തൊടിയോ 20 തൊടിയോ 30 തൊടിയോ ഓരോ ഇതുപോലെ. നിങ്ങൾ എങ്ങനെയാണ് ആ വെള്ളത്തെ നിങ്ങളുടെ കുടത്തിലേക്ക് പകരുന്നത്? നിങ്ങൾ കയറ് കെട്ടിയ തൊട്ടിയെ കിണറിലേക്ക് സാവധാനം ഇറക്കി വെള്ളം കയറിയതിന് ശേഷം നിങ്ങൾ വലിച്ചു കോരും. തൊട്ടി ഇറക്കിയ ലാഘവത്തോടെ അല്ലല്ലോ നിങ്ങൾ വെള്ളം കോരുമ്പോൾ വലിച്ചു കോരുന്നതാണോ അല്ലയോ? തൊട്ടി നിങ്ങൾ ആട്ടിയും തുള്ളിയും കുലുക്കിയൊക്കെ നിങ്ങൾ ഇറക്കും. ചിലപ്പോൾ എടുത്തങ്ങ് എറിഞ്ഞെന്നും വരും തൊട്ടി. പക്ഷെ തിരിച്ച് വെള്ളം കോരുമ്പോൾ നിങ്ങൾക്കൊരു ഭയങ്കര കെയർ ഉണ്ട്. എന്നാ അത്? കഷ്ടപ്പെട്ട് വലിച്ചു കോരുന്നതാണ്. ഒരു തുള്ളി പോലും ലാഞ്ചി പോവല്ല. അതോ നിങ്ങൾ തൊട്ടി ആട്ടിയാണോ വെള്ളം കോരുന്നത്? നിങ്ങളങ്ങനെ ആട്ടി വെള്ളം കോരാത്ത കാര്യം എന്നാ? 5 തൊട്ടിക്ക് വെള്ളം കോരി നിറയ്ക്കേണ്ട കുടം 10 തൊട്ടി കോരേണ്ടി വരും. റൈറ്റ്? ഇതുപോലെയാണ് ദൈവരാജ്യത്തിൽ നിന്ന് മറുപടികൾ നാം സ്വീകരിക്കുന്ന സമയത്ത് അത്ര ഈസിയായ കാര്യങ്ങളൊന്നുമല്ല. നീ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം. ദൈവം തന്നിരിക്കുന്ന ഗിഫ്റ്റുകൾ, കർത്താവ് തന്നിരിക്കുന്ന കൃപകൾ, ദൈവം തന്നിരിക്കുന്ന എല്ലാം സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം. ഏത് സെക്കൻഡിലാണ് നിന്നിൽ നിന്ന് അത് എടുത്തു മാറ്റുന്നത്, ഒരു വ്യക്തിയിൽ നിന്ന് അത് എടുത്തു മാറ്റുന്നതെന്ന് ആർക്കും പറയാനൊക്കത്തില്ല. അത് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് അതെടുത്തു മാറ്റും. നമ്മൾ ആരും കൊച്ചു പിള്ളേരുടെ കയ്യിൽ തൊട്ടിയും കയറും കൊടുക്കാറില്ല. ഒന്ന് കിണർ ആപത്താണ്, 2 വെള്ളം കോരാൻ ഈ കുഞ്ഞിന് അറിയത്തില്ല. കോരി അത് കിണറിന് നടുവിലേക്ക് കൈയിട്ട് അത് വലിച്ചെടുക്കാനുള്ള പ്രാപ്തി ആ കുഞ്ഞിനില്ല. അതുകൊണ്ട് നമ്മൾ കൊടുക്കത്തില്ല. ഇതുപോലെയാണ് ദൈവവും ചില കാര്യങ്ങൾ. അത് അവിടെ വചനം പറയുന്നത്, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. എ വെരി ഗുഡ് ഗിഫ്റ്റ് ആൻഡ് എ വെരി പെർഫെക്റ്റ് ഗിഫ്റ്റ് ഈസ് ഫ്രം above coming down from the father of light. വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. ദൈവം ആ വരം ഹാൻഡിൽ ചെയ്യാൻ കൊടുക്കണം. ദൈവം ആ ഗിഫ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ കൊടുക്കണം. ഇത് സ്വീകരിക്കാൻ 1 ഞാൻ പ്രാപ്തനാകണം, 2 ഇത് എന്നിലേക്ക് ഇറങ്ങി വരുമ്പോൾ അത് തടയപ്പെടാതിരിക്കണം. ഇവിടെ വ്യക്തമായി യാക്കോബ് പറയുന്നു, ഇത് തടയാൻ ഒരു മനുഷ്യന് കഴിയും. എന്നിലേക്ക് വരുന്ന ഗിഫ്റ്റിനെ, എന്നിലേക്ക് വരുന്നൊരു അഭിഷേകം, എന്നിലേക്ക് വരുന്നൊരു പ്രൊമോഷൻ, എന്നിലേക്ക് വരുന്നൊരു സൂപ്പർ നാച്ചുറൽ ലെവൽ, ഇത് തടയാനും സ്വീകരിക്കാനും എനിക്ക് മാത്രമേ കഴിയൂ. ഇതിനിടയിൽ നമ്മൾ സാത്താനെ പിടിക്കണ്ട. സാത്താൻ എവിടെയാ വരുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ വായിച്ച വാക്യത്തിന് 20ാമത്തെ വാക്യം, മനുഷ്യന്റെ കോപം. ഈ കോപം എന്ന പ്രൊഡക്റ്റ് ഈ ഭൗമാന്തരീക്ഷത്തിൽ വിറ്റഴിയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. മനുഷ്യന്റെ കോപമായി ഇത് മാറുന്നത്. മനുഷ്യനീ നല്ല ഈ സാധനം ഉണ്ടായത്.
ഇത് സാത്താനിൽ നിന്ന് മനുഷ്യനിലേക്ക് വന്നപ്പോൾ ഇത് മനുഷ്യന്റെ കോപമായി മാറി. എന്നെ ദൈവം സൃഷ്ടിച്ചത്, ദൈവം കോപത്തോടെയും ശാഠ്യത്തോടെയും മനുഷ്യനെ സൃഷ്ടിച്ചു. അങ്ങനെയാണ് എഴുതി വെച്ചേക്കുന്നത് ആണോ? അല്ല. മനുഷ്യന്റെ കോപം എന്ന് യാക്കോബ് പറയാൻ കാര്യം എന്താ? ഇത് മനുഷ്യൻ യൂസ് ചെയ്യാൻ തുടങ്ങി. ഈ ഫോൺ ആരുടെ ആയിരുന്നു? ഇത് സാംസങ്ങിന്റെ ആയിരുന്നു. പക്ഷേ ആ സാംസങ്ങിന്റെ ഫോൺ ഇങ്ങ് തരൂ, ആ സാംസങ്ങിന്റെ ഫോൺ ഇങ്ങ് തരൂ, എന്റെ സാംസങ് ഇങ്ങ് തരൂ എന്നാണോ ഞാൻ പറയുന്നത്? അല്ല, ഇതിപ്പോ ദീപുവിന്റെ ഫോണായി മാറി. ഇത് സാംസങ്ങുകാരുടെ കയ്യിൽ ഇരുന്നതാ. പക്ഷെ ഞാൻ ഈ സാധനം വില കൊടുത്ത് വാങ്ങിയപ്പോ ഇത് എന്റെ ഫോണായി. ഇനി സാംസങ്ങുകാരൻ വന്ന് പറയത്തില്ല, അതിന്റെ CEO വന്ന് പറയത്തില്ല, ഡോ ഇത് എന്റെ ഫോണാ, താനെങ്ങനെ ഇത് ഇവിടെ എടുത്തു, ഇങ്ങോട്ടാന്ന് പറയത്തില്ല. കാര്യം എന്നാ? ഞാൻ അവന് വില കൊടുത്ത് വാങ്ങി. ദൈവത്തിൽ നിന്ന് എനിക്കൊരു ഗിഫ്റ്റ് വാങ്ങണമെങ്കിലും സാത്താനിൽ നിന്ന് എനിക്കൊരു സാധനം മേടിക്കണമെങ്കിലും ഞാൻ വില കൊടുക്കണം. ദൈവത്തിന് കൊടുക്കുന്ന വിലയല്ല ഞാൻ സാത്താന് കൊടുക്കേണ്ടത്. സാത്താന് കൊടുക്കേണ്ടത് എൻ്റെ ലൈഫാണ്. ഇത് ലൈഫ് വെച്ചുള്ള കളിയാ. ദൈവത്തിന് നിന്റെ മനോവികാരങ്ങൾ വേണം, സാത്താനും അത് വേണം. ദൈവത്തിന് നിന്റെ ഇച്ഛ വേണം, സാത്താനും അത് വേണം. ദൈവത്തിന് നിന്റെ ലൈഫ് വേണം, സാത്താനും അത് വേണം. നീ സാത്താന് നിന്റെ ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്യുമ്പോഴാണ് ഇതോരോന്നായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ദൈവത്തിന് ഞാൻ എൻ്റെ കൺസെന്റ്, ഞാൻ ഇരിക്കുന്നിടത്ത് നിന്ന് ഞാനൊരു യെസ് പറഞ്ഞാൽ ആ രക്ഷ എൻ്റെതാ, സാൽവേഷൻ എൻ്റെതാ. അതിലൂടെയാണ് ബാക്കി എല്ലാം എനിക്ക് വരുന്നത്. ഒരുപക്ഷെ ഞാൻ ഇങ്ങനെയും കൂടെ പറഞ്ഞേക്കാം, ദൈവത്തിന് കൊടുക്കുന്നതിനേക്കാൾ ഏറെ വില നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സാത്താന് കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വാക്യം എഴുതി വെച്ചത്, മനുഷ്യന്റെ കോപം. ഇത് മനുഷ്യന്റെ കോപം അല്ല, ആയിരുന്നില്ല. ഇത് സാത്താന്റെ ക്യാരക്ടറായിരുന്നു, കൾച്ചറായിരുന്നു. അവന്റെ പല കൾച്ചറിൽ ഒന്നായിരുന്നു ഈ ഒരു കാര്യം. അവന്റെ സിവിലൈസേഷന്റെ ഭാഗമായിട്ടാണ് ഈ പ്രൊഡക്റ്റ് എന്നിലേക്ക് വന്നത്. എൻവി അത് ദൈവത്തിൽ നിന്നല്ല, അത് സാത്താന്റെ കൾച്ചറിൽ നിന്ന് വന്നതാണ്. അതെപ്പ എന്റെ അസൂയ, എന്റെ എൻവി ആയി മാറി എന്ന് ചോദിച്ചാൽ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത് കൊണ്ടാണ്. ഹോളി സ്പിരിറ്റ് അതെങ്ങനെ എന്റെ ഹോളി സ്പിരിറ്റ് ആയി മാറി? ഞാൻ ആ ദൈവത്തിന്റെ ആത്മാവിനെ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോ എന്റെ ഹോളി സ്പിരിറ്റ് ആയി മാറി. എങ്ങനെ ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ ലഭ്യമായ സകല അനുഗ്രഹങ്ങളും, അത് ശാപമോചനമാകട്ടെ, പാപമോചനമാകട്ടെ, സ്വർഗത്തിലേക്കുള്ള വഴിയാകട്ടെ, സാൽവേഷൻ ആകട്ടെ, എല്ലാം എങ്ങനെ എനിക്ക് ലഭിച്ചു? ഞാൻ അത് വിശ്വസിച്ചു, ഞാൻ അത് ഏറ്റെടുത്തു, ഞാൻ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയത് കൊണ്ടാണ് എൻ്റെതായി മാറിയത്. സോ ഇന്ന് ഞാൻ ഡിമനോട് പറയുന്നുണ്ടാ, നിനക്ക് എന്താണ് ഞാനുമായിട്ട് കാര്യം? നീ പോ, ഞാൻ കർത്താവിന്റെ വകയാണെന്ന് പറഞ്ഞ് അവ വിട്ടുപോകുന്നു. കാര്യം എന്താ? ഞാൻ അത് യൂസ് ചെയ്യുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? സോ മനുഷ്യന്റെ കോപം, ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, സാത്താന്റെ കൈവശം ഉണ്ടായിരുന്നത്, അവന്റെ സ്പിരിറ്റിൽ ഉണ്ടായിരുന്നത്, അവൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, അറിഞ്ഞോ അറിയാതെയോ എന്നിലേക്ക് ഞാൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നത് റെബ്യൂക്ക് ചെയ്യാൻ പോവാണ്. പറഞ്ഞേ, ഞാൻ ഇന്നത് ശാസിക്കാൻ പോവാ, ഞാൻ ഇന്നത് എന്നിൽ നിന്ന് മാറ്റാൻ പോവാ. ഇനി അവൻ്റെതൊന്നും എൻ്റേത് എന്ന പേരിൽ അറിയപ്പെടണം. എനിക്കൊരു കെയർ ഓഫിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ അതെനിക്ക് ക്രിസ്തുവിൻ്റെ കെയർ ഓഫ് മതി എന്ന് പറയുന്ന എത്ര പേരുണ്ട്? അവൻ്റെ പ്രൊഡക്റ്റ്, അവൻ്റെ ക്യാരക്ടർ, അവൻ്റെ ഡിസിഷൻസ്, അവൻ്റെ സ്ട്രാറ്റജീസ് എൻ്റെ ജീവിതത്തിൽ ഇരുന്നാകുന്നു ദൈവത്തിൻ്റെ നീതിയെ തടയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ആ കാര്യം ലിങ്ക് ആയോ? കണക്ട് ആയോ നിങ്ങൾക്ക്? ആമേൻ. അപ്പൊ പ്രശ്നക്കാരൻ ആരാന്ന് ഇപ്പൊ പിടികിട്ടിയോ? പ്രശ്നക്കാരൻ ഞാൻ തന്നെയാണ്. പക്ഷെ ഞാൻ ബോധവാനായിരിക്കേണ്ട ഇടത്ത്, ഞാൻ കണ്ണു തുറക്കാൻ പാടില്ലാത്തടുത്ത് കണ്ണു തുറക്കുന്നതും, ഞാൻ കണ്ണു തുറക്കേണ്ടടുത്ത് കണ്ണു തുറക്കാതെ ഇരിക്കുന്നതുമാണ് ഈ പ്രശ്നത്തിന്റെ കാരണം. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇന്ന് ആത്മാവിൽ ഞാൻ കൈമാറുന്നു. ഇന്ന് ദൈവത്തിന്റെ നീതിയും പ്രവൃത്തിയും ദാനവും വരങ്ങളും ഫലങ്ങളും
നിന്നിലേക്ക് വരാൻ തടയുന്ന സകലതും ഇന്ന് പരിശുദ്ധാത്മാവ് നിന്നിൽ നിന്ന് ഉടച്ചു മാറ്റാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിൽ നിന്ന് തകർത്തു മാറ്റാൻ പോവുകയാണ്. അതിന് കർത്താവിനോട് ആമേൻ പറഞ്ഞ് കരങ്ങൾ അടിച്ചോ, കരങ്ങൾ ഉയർത്തിയോ, ആത്മാവിൽ സംസാരിച്ചോ, അതിന് ആമേൻ പറയാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഇന്ന് പ്രതികരിച്ചു തുടങ്ങുക. ഇത് ആരുടെയൊക്കെയോ ജീവിതത്തിൽ ഉയരത്തിൽ നിന്നുള്ള മറുപടികൾ പുറപ്പെട്ടു വന്നു, എന്നാൽ എവിടെയോ വെച്ച് അത് തടയപ്പെട്ടു. എൻ്റെ ഒരു കോപത്തിലൂടെ, എൻ്റെ ഒരു പ്രവൃത്തിയിലൂടെ, എൻ്റെ ഒരു മൂവിലൂടെ, എൻ്റെ ഒരു ഡിസിഷനിലൂടെ അത് നിയമപരമായി തടയപ്പെട്ടെങ്കിൽ ഇന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അതിനെ കണ്ടുകെട്ടി ആ നന്മയെ പിടിച്ചെടുക്കാൻ പോവുകയാണെന്ന് പറയുന്നവർ ദൈവം പറയുന്നത് ചെയ്യുക. ദൈവം പറയുന്നത് ചെയ്യുക. മനുഷ്യന്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. അപ്പൊ എനിക്കെങ്ങനെ ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കത്തക്ക നിലയിലാകാൻ സാധിക്കും? 21-ാമത്തെ വാക്യം, ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. ഈ സൗമ്യത എന്ന് പറയുന്ന സ്പിരിറ്റ് ദൈവത്തിൻ്റെതാണ്. നിങ്ങൾക്കിപ്പോൾ കാര്യം പിടികിട്ടിയോ? ദൈവത്തിൻ്റെ ആത്മാവിൽ മാത്രമേ ഒരു ദൈവ പൈതലിന് സക്സസ് ഉള്ളൂ. ഇനി അതിനകത്ത് വേറെ ഏത് പ്രവാചകനെ പിടിച്ചിട്ടാലും ഏത് വ്യക്തിയെ പിടിച്ചിട്ടിട്ടും കാര്യമില്ല. ദൈവത്തിൻ്റെ ആത്മഫലങ്ങൾക്കകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സക്സസ് ഉള്ളൂ. ദൈവത്തിൻ്റെ ആത്മ നിറവിനകത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ സക്സസ് ഉള്ളൂ. നിങ്ങൾക്ക് ഇന്ന് സക്സസ് ആണ് ആവശ്യമെങ്കിൽ ഈ വേർഡ് നിങ്ങളോടാണ്. ഒരു ആത്മ നിറവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് ആത്മാവിനെ തരുമോ? അവർ മറുഭാഷയിൽ പ്രാർത്ഥിക്കുന്നു, എനിക്കത് പറ്റുന്നില്ല. അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. തിരുവെഴുത്ത് പറയുന്നത് എല്ലാം പുറപ്പെടുന്നു. നിങ്ങൾ മലയാളത്തിൽ പ്രാർത്ഥിച്ചാലും, തമിഴിൽ പ്രാർത്ഥിച്ചാലും, ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ചാലും, ഹിന്ദിയിൽ പ്രാർത്ഥിച്ചാലും, കന്നഡയിൽ പ്രാർത്ഥിച്ചാലും എല്ലാ വരങ്ങളും നല്ല ദാനവും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. ദൈവത്തിൽ നിന്ന് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഇല്ലാതെ എന്തായാലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ആമേൻ പറ. ദൈവത്തിൽ നിന്ന് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാതെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്കും ലഭ്യമായത് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്നാണ്. ഞാൻ ഈ ഒരു പ്രവചന ശബ്ദം നിങ്ങളിലേക്ക് തന്നെ ഇടുകയാണ്. വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് പ്രാർത്ഥനയുടെ ഒരു വരം നിന്നിലേക്ക് പകർന്നു എങ്കിൽ അത് തടയാൻ ഈ ലോകത്തിൻ്റെ ആത്മാവിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് നാളിന്ന് വരെ നിനക്ക് ഉറച്ചു നിൽക്കാനുള്ള ഒരു ബോധവും വചനവും ദൈവം നിനക്ക് തന്നു എങ്കിൽ, നാൾക്ക് നാൾ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യുന്നത് പോലെ ദൈവം നിന്നെ ഫീഡ് ചെയ്ത് ഈ തീയതി വരെയും ദൈവം നിങ്ങളെ കൊണ്ടെത്തിച്ചു എന്നുണ്ടെങ്കിൽ, പ്രശ്നങ്ങളും പ്രതിസന്ധികളും പല തരത്തിലുള്ള പോരാട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടും അതിനകത്തൊന്നും നീ കുഴഞ്ഞു മറിയാതെ ദൈവം നിന്നെ ഇതുവരെ ഉറപ്പിച്ചു എന്നുണ്ടെങ്കിൽ, ആ ഉറപ്പിക്കലിന്റെ വചനമോ പ്രാർത്ഥനയുടെ ശക്തിയോ പരിശുദ്ധാത്മാവിന്റെ കൃപയോ നിങ്ങളിലേക്ക് വരുന്നതിൽ ഒന്നിനും തടയാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ ആത്മാവിൽ കൈമാറുന്നു, നിന്റെ പ്രാർത്ഥനയുടെ മറുപടികളും തടയുവാൻ ഇന്നു മുതൽ കഴിയത്തില്ല. ഇന്നു മുതൽ നിന്നിലേക്ക് വരാനുള്ള നന്മകളും തടയാൻ കഴിയത്തില്ല. ഇന്നു മുതൽ നിന്റെ ജീവിതത്തിലേക്ക് പുറപ്പെട്ടു വരുന്ന ഒന്നിനെയും തടയുവാൻ കഴിയത്തില്ല. അത് വിശ്വസിക്കുന്നവർ ചില നിമിഷങ്ങളൊന്ന് ആത്മാവിലൊന്ന് ആരാധിച്ച് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. ഇതിനകത്ത് ഉയരത്തിൽ നിന്ന് പുറപ്പെട്ടിട്ട് പകുതി വഴിയിൽ അത് ബ്ലോക്കായി നിൽക്കുന്ന വരങ്ങൾ യേശുവിന്റെ നാമത്തിൽ റിലീസ് ആകട്ടെ. ഉയരത്തിൽ നിന്ന് പുറപ്പെട്ടിട്ട് പകുതി വഴിയിൽ പകുതി വഴിയിൽ ബ്ലോക്കായി നിൽക്കുന്ന ഫലങ്ങൾ റിലീസ് ആകട്ടെ. ഉയരത്തിൽ നിന്ന് പുറപ്പെട്ട് ആത്മമണ്ഡലത്തിൽ ലോക്കായി നിൽക്കുന്ന സകല പ്രാർത്ഥനകളുടെ മറുപടികളും റിലീസ്. ആരുടെയൊക്കെ ജീവിതത്തിൽ അത് ഓപ്പൺ ആകുകയാണ്, ആരുടെയൊക്കെ ലൈഫിൽ അത് ഓപ്പൺ ആകുകയാണ്, ആരുടെയൊക്കെ ലൈഫിൽ അത് ഓപ്പൺ ആകുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സ്നേഹം ബ്ലോക്കായി നിൽക്കുന്നു. ആമേൻ ആമേൻ. സ്നേഹം ബ്ലോക്കായി നിൽക്കുന്നു. ഉറവ എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഒരു വ്യക്തിയിൽ നിന്ന് ലഭ്യമായിക്കൊണ്ടിരുന്ന സ്നേഹം, എന്നാൽ അത് ലഭ്യമായിക്കൊണ്ടിരുന്ന ചാനൽ അടച്ചു. പലവട്ടം ശ്രമിച്ചിട്ടും ആ ഉറവയിൽ നിന്ന് ഇങ്ങോട്ട് ഊറി വരാതെ അവന്റെ സ്നേഹത്തെ ലോക്ക് ചെയ്തതിനെ ദൈവം അൺബ്ലോക്ക് ചെയ്യുക. പ്രാർത്ഥിക്കുക. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ആരുടെയൊക്കെ ലൈഫിൽ പ്രാർത്ഥനകളുടെ മറുപടികൾ അൺലോക്ക് ആകുകയാണ്. നിങ്ങളിലേക്ക് വരേണ്ട ഉയരത്തിലെ മറുപടി, ആമേൻ, അത് പകുതി വഴിയിൽ വെച്ച് ബ്ലോക്ക് ചെയ്യുന്ന സാത്താനിക ക്യാരക്ടർ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക്.
അതൊരു പക്ഷെ നിന്നിലൂടെ തന്നെ ആയിരിക്കാം സാത്താൻ അത് മുതലെടുക്കുന്നത്. മനുഷ്യന്റെ കോപം എവിടുന്ന് വന്നു? സാത്താനിൽ നിന്ന് വന്നൊരു ഇമോഷനാണത്. സൈത്താനിൽ നിന്ന് വന്നൊരു ഇമോഷനാണത്. ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയേണ്ട ഇടത്ത് മനുഷ്യന്റെ കോപം എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് മനുഷ്യൻ താഴ്ന്നു. ആ താഴ്ചയിൽ നിന്ന് നീ എപ്പോ ദൈവവചനത്താൽ ഉയരുന്നു. അതുകൊണ്ട് വചനം പറയുന്നത്, നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം കൈക്കൊള്ളുവിൻ. ആർക്കാ ഇനി നിന്നെ അൺബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നേ? അൺബ്ലോക്ക് ചെയ്യാനുള്ള കോഡ് എവിടെ ഇരിക്കുന്നേ? അൺബ്ലോക്ക് ചെയ്യാനുള്ള കോഡ് ഇരിക്കുന്നതിനകത്ത്. അൺബ്ലോക്ക് ചെയ്യാനുള്ള കീ എവിടെ ഇരിക്കുന്നേ? അൺബ്ലോക്ക് ചെയ്യാനുള്ള കീ ഇരിക്കുന്നത് എവിടെയാ? നിന്നെ ലോക്ക് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ചാർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എവിടെയാ? അത് ഇതിനകത്താ. നിന്നെ ആരൊക്കെ ബ്ലോക്ക് ചെയ്യും, ആരൊക്കെ ലോക്ക് ചെയ്യും, ആരൊക്കെ നിന്നെ മിസ്യൂസ് ചെയ്യും, ഇതിനെക്കുറിച്ചുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അത് റിവീൽഡ് ചെയ്തിരിക്കും, അത് റിവീലാക്കിയിരിക്കുന്നത്, പബ്ലിഷ് ചെയ്തിരിക്കുന്നതും ഇതേ പുസ്തകത്തിനകത്താണ്. ഈ പുസ്തകത്തിനകത്തുള്ളത് കൊണ്ട് യാക്കോബ് പറഞ്ഞത്, നിങ്ങൾ ഇനി മേളിൽ നിന്നുള്ള വരത്തെ അൺലോക്ക് ചെയ്യാൻ വേറെ എവിടെയും പോണ്ട. ഇനി നാളെ വേറൊരു യാക്കോബ്, ഇനി യാക്കോബ് 2 വന്നിട്ട് ഞാൻ ദൈവത്തിൽ നിന്ന് വന്ന സംഭവമാണ്, ഞാൻ വല്ലാത്ത സാധനമാണെന്നൊക്കെ പറഞ്ഞ് ഈ ജനം വേണമെങ്കിൽ അങ്ങോട്ടും പോകും. അങ്ങനെയാണല്ലോ സാധാരണ. എവിടെ ഒച്ചപ്പാട് കൂടുതലുണ്ടോ അവിടെ ജനമുണ്ട്. എന്തെവിടുന്ന് വരുന്നു എന്ന് നോക്കാൻ ആളില്ല. ഒച്ചപ്പാട് മതി, അത് മതി, ഇത് മതി, പ്രവചനം മതി, ദൂത് മതി. നടക്കൂലെങ്കിലും കുഴപ്പമില്ല. അത് പറയുമ്പോഴേ എനിക്കെൻ്റെ മോളുടെ ഒരു ക്യാരക്ടറാണ് എനിക്ക് ഓർമ്മ വരുന്നത്. വേറൊന്നുമല്ല, അവൾ പറയും, ഭയങ്കര പൊരുത്തമുണ്ട് കേട്ടോ ഈ ഒരു എക്സാമ്പിളിന്. അവൾ എന്നോട് ഇടയ്ക്ക് ചോദിക്കും, അപ്പയ്ക്ക് ഇവനെയാണോ എന്നെയാണോ കൂടുതൽ ഇഷ്ടമെന്ന് ചോദിക്കും. ഏതെങ്കിലും ഒരു അപ്പം പറയൂ, എനിക്ക് അവനെയാണ് കൂടുതൽ ഇഷ്ടമെന്ന്. അപ്പം ഞാൻ ഇവളെ ഇട്ട് തീ കയറ്റാൻ വേണ്ടി ഞാൻ പറയും, അല്ല അതിപ്പോൾ ഞാൻ പറയുന്നില്ല, അവൾക്കറിയാം ഞാൻ എങ്ങനെ പറയത്തുള്ളൂ, എന്നാലും അല്ല അതിപ്പോൾ ഞാൻ പറയുന്നില്ല മോളെ എന്ന് പറയും. ഇല്ല അപ്പം പറഞ്ഞോ. ഞാൻ പറയും, എനിക്ക് അവനോടാ കുറച്ച് കൂടുതൽ ഇഷ്ടം. എന്നിട്ട് അവൾ വീണ്ടും വഴക്കുണ്ടാക്കി, അപ്പം സത്യം പറ, അപ്പയ്ക്ക് ആരോടാ ഇഷ്ടം? എന്നിട്ട് അവൾ ഒരു വാക്കും, എന്താണ്, അപ്പം മനസ്സിൽ അവനെ ഇഷ്ടമാണെന്ന് വെച്ചോ, പക്ഷെ എന്നെ ഇഷ്ടമാണെന്ന് പറ എന്ന് പറയും. മനസ്സിലായോ? അപ്പം മനസ്സിൽ അവനെ ഇഷ്ടമാണെന്ന് വെച്ചാലും കുഴപ്പമില്ല, എന്നെ ആ ഇഷ്ടമാണെന്ന് പറഞ്ഞ് കിട്ടിയാൽ മതി. എനിക്ക് കാര്യം നടക്കുമോ ഇല്ലയോ എന്നുള്ളതൊരു വിഷയമല്ല, എനിക്കൊരു പ്രവചനം മതിയോ? എൻ്റെ ചോദ്യം അതാ. എൻ്റെ മോള് പറഞ്ഞത് അത് തന്നെ. അപ്പം മനസ്സിൽ അവനെ തന്നെ ഉദ്ദേശിച്ചു, എനിക്ക് അവനെയാ കൂടുതൽ ഇഷ്ടമെന്ന് തന്നെ ഉറപ്പിച്ചോ, പക്ഷെ എനിക്കൊരു സമാധാനത്തിന് വേണ്ടി എന്നെ ആ ഇഷ്ടമെന്ന് പറ. അത് ശരിയാണോ? നിങ്ങൾ പറ, ശരിയാണോ അല്ലേ എന്ന്. അങ്ങനത്തെ ഒരു മറുപടി മതിയോ? അതാണോ അവൾ അർഹിക്കുന്നത്? അതല്ല. 2 മക്കളെയും ഞാൻ ഒരുപോലെ സ്നേഹിക്കുന്നു. എനിക്ക് ആരോട് കൂടുതൽ സ്നേഹവും ഇല്ല, കുറച്ച് സ്നേഹവും ഇല്ല. ഇതുപോലാണ് നമ്മുടെ ഇടയിൽ. അങ്ങനെ വന്നുകൂടാ. നമുക്ക് ആ ദൈവം ഈ രക്ഷ തന്നേക്കുന്നത്, നമുക്ക് ഈ പുസ്തകം തന്നേക്കുന്നത്. നമ്മുടെ കൈ മാറിപ്പോയില്ലല്ലോ ഈ പുസ്തകം. കൈ വരാതിരുന്ന എന്തോ ചെയ്യുമായിരുന്നു. ഞാനൊക്കെ ഭാഗ്യം ചെയ്ത വ്യക്തിയല്ലേ, അതുകൊണ്ടല്ലേ എൻ്റെ കയ്യിലേക്ക് ഈ പുസ്തകം വന്നേ. എനിക്ക് കൈ മറിഞ്ഞത് പോയിരുന്നെങ്കിലോ ഞാനിത് അറിയോ ഈ സത്യം? അങ്ങനെ മതിയോ? കാര്യം നടന്നില്ലേലും കുഴപ്പമില്ല, ഇയാൾ എനിക്ക് 1 മിനിറ്റ് തികച്ചു പ്രാർത്ഥിച്ചില്ലേലും കുഴപ്പമില്ല, ഇയാൾ എനിക്കൊരു ദൂത് തന്നാൽ മതിയോ? എനിക്കൊരു ആലോചന തന്നാൽ മതിയോ? അപ്പൊ അത് നടക്കണ്ടേ? സത്യമായത് നിങ്ങൾക്ക് അറിയണ്ടേ? താൽക്കാലിക സമാധാനം മതിയോ? ദൈവം പറയുന്നത് കേൾക്കാത്തത് വലിയ പ്രശ്നം കൊണ്ടുവരും. അത് പറയുമ്പോഴെനിക്ക് മോശയുടെ കാര്യം ഓർമ്മ വരുന്നത്. ഇസ്രായേൽ ജനം എല്ലാം കാദേശിൽ വെച്ച് ആകെ വരൾച്ചയും വിശപ്പും കൊണ്ടും നശിച്ചു പോകുന്ന ഒരു സന്ദർഭം വന്നപ്പോൾ മോശയ്ക്ക് നേരെ സംഖ്യാപുസ്തകം 20 നിങ്ങൾ വായിച്ചാൽ മതി, ഞാനിപ്പോൾ എടുക്കുന്നില്ല. സംഖ്യാപുസ്തകം 20 കിടപ്പുണ്ട്. ജനം മോശയ്ക്ക് നേരെ കലഹിച്ചു. മോശയും അഹരോനും സമാഗമന കൂടാരത്തിന്റെ മുന്നിൽ ചെന്ന് കവിണ്ണു വീണു. യഹോവയുടെ തേജസ് നിങ്ങൾ വായിച്ചാൽ മതി, അങ്ങനെ തന്നെ അവിടെ കിടക്കുന്നു, ഒരു മാറ്റമില്ല. യഹോവയുടെ തേജസ് മോശയ്ക്ക് പ്രത്യക്ഷമായി. ഞാനൊരു ദൈവാലോചന അതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. മോനെ, നിന്റെ മുമ്പിൽ
ജനം കലഹിക്കുമ്പോഴും നിങ്ങളെ ആകെ മൊത്തം സ്ട്രെസ്സിനകത്ത് പെടുത്തുമ്പോഴും നിങ്ങളെ വാക്കുകൾ കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ച് സാധാരണത്തേതിനേക്കാൾ വല്ലാത്ത വൈകാരിക തലങ്ങളിൽ ദൈവസന്നിധിയിൽ കവിണ്ണു വീണ് നീ കരയുമ്പോഴും ഓർത്തോ, ഇന്നലത്തെ പ്രാർത്ഥനയിൽ ഒരുപക്ഷെ തേജസ് വെളിപ്പെട്ടില്ലേലും ഇന്ന് മനസ്സ് തകർന്ന് നീ കവിണ്ണു വീണ് കിടക്കുമ്പോൾ തേജസ്സിലാണ് മറുപടി വെളിപ്പെടുന്നത്. എപ്പോഴും മോശ പ്രാർത്ഥിച്ചപ്പോൾ തേജസ് ഒന്നും വന്നില്ല. എപ്പോഴും പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുന്ന സന്ദർഭത്തിൽ യഹോവ തേജസ് കാണിച്ചില്ല. പക്ഷെ ഇന്ന് ഈ മരുഭൂമിയുടെ അനുഭവത്തിലും ഈ ജനത്തിന്റെ കലഹത്തിലും എനിക്ക് വിത്തില്ല, എനിക്ക് പഴമില്ല, എനിക്ക് അത്തിപ്പഴമില്ല, മാതളപ്പഴമില്ല എന്ന് പറഞ്ഞ് ജനം കലഹിച്ച് ചോദ്യം ചെയ്ത് ഞങ്ങളെ കൊല്ലാനാണോടാ നീ മിസ്രൈമിൽ ഇവിടെ കൊണ്ടുവന്നതെന്ന് മോശയ്ക്ക് നേരെ അവൻ വിരളും കുന്തവും ചൂണ്ടി ജനം ചോദിച്ചപ്പോ മേടിച്ച് കഴിച്ച കൈക്ക് തന്നെ ജനം കൊത്തി പറിക്കാൻ തുടങ്ങിയപ്പോ ആൾക്ക് ചങ്കുപൊട്ടി. അഹരോനെയും കൂട്ടി ദൈവത്തിന്റെ സമാഗമന കൂടാരത്തിൽ ചെന്നു. അതുപോലെ കൊത്തിപ്പറിക്കുന്ന ഒരുപാട് പേരുടെ മുമ്പിൽ മനസ്സ് തകർന്നിരിക്കുന്ന പലരും എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും. ഏറ്റവും നല്ല സ്ഥലം എന്താണെന്നറിയാവോ? തിരിച്ച് അവരോട് കോപിക്കുന്നതല്ല ഏറ്റവും നല്ലൊരു ഒരു പോയിന്റ്. നേരെ പോവുക, നിന്റെ സമാഗമന കൂടാരത്തിന്റെ മുമ്പിൽ നീ കവിണ് വീഴുക. കവിണ് വീണപ്പോഴോ യഹോവയുടെ തേജസ് പ്രത്യക്ഷമായി. മൈ ഗോഡ്, മോശയ്ക്ക് പറയാൻ ഒരു ആലോചനയുണ്ട്. എന്താണെന്നറിയാവോ? ഇപ്പൊ മോശയ്ക്ക് പറയാൻ ഒരു സന്തോഷ വർത്താനുണ്ട്. എന്താണെന്നറിയാവോ? അവർക്ക് പോയി ഷെയ്ക്കാനും കൊടുക്കും, ഓരോ മഞ്ചും മേടിച്ചു കൊടുക്കും. കാര്യം എന്നാ? നിങ്ങൾ എന്നെ ഈ അവസ്ഥയിൽ പെടുത്തിയത് കൊണ്ട് എനിക്ക് ദൈവത്തിന്റെ ഗ്ലോറി കാണാൻ പറ്റി. ദൈവത്തിന്റെ ഗ്ലോറി കാണാൻ. എത്ര ഭക്തന്മാർ കണ്ടിട്ടുണ്ട് ദൈവത്തിന്റെ ഗ്ലോറി? നമ്മുടെ തിരുവെഴുത്തിൽ തന്നെ എത്ര ഭക്തന്മാർ കണ്ടിട്ടുണ്ട് ദൈവത്തിന്റെ ഗ്ലോറി? ദൈവത്തിന്റെ ശബ്ദം കേട്ടവരുണ്ട്, കാറ്റ് കണ്ടവരുണ്ട്, നിഴല് കണ്ടവരുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഗ്ലോറി കണ്ടവർ കുറവാണ്. ഗ്ലോറി കാണാൻ പറ്റുന്ന ആർക്കാന്നറിയാവോ? ഒത്തിരി പെയിൻഫുള്ളായിട്ട്, ഒത്തിരി പെയിൻ എടുക്കുന്നവർക്കാണ് ഗ്ലോറി കാണാനുള്ളൊരു ഭാഗ്യമുള്ളത്. ഗ്ലോറി വെളിപ്പെട്ടവരോട് ചോദിച്ചാൽ പറയും, അവർ ഫേസ് ചെയ്ത സിറ്റുവേഷൻസ് പറയും. ഒട്ടും നമുക്കങ്ങോട്ട് കേട്ട് നിൽക്കാൻ പറ്റാത്ത പോലെ അവർ ലൈഫിൽ സ്ട്രഗിൾ ചെയ്തവരായിരിക്കും. ശേഷം ദൈവം ആ തേജസ്സിൽ മോശയോട് സംസാരിച്ചു. എന്താ അത്? നീ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന വടിയെടുക്കുക, പുറത്തിറങ്ങുക, നീ കാണുന്ന പാറയോട് കൽപ്പിക്കുക. പക്ഷേ ഒരു വാക്യം അവിടെ കിടപ്പുണ്ട്. ദൈവം കോപിക്കാൻ തക്കവണ്ണം മോശ ഒരു എടുത്തുചാട്ടം കാണിച്ചു. അനുസരണക്കേടല്ല, എടുത്തുചാട്ടം കാണിച്ചു. ഈ എടുത്തുചാട്ടം കാണിച്ച് എപ്പോഴാണെന്നറിയാവോ? കോപം മനസ്സിനകത്ത് കിടന്നുകൊണ്ടാണ്. കാര്യം എന്താ? ഈ ജനത്തോടൊരു വല്ലാത്ത കോപം. നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്, ഒത്തിരി ദൈവവചനം കേൾക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ ഉള്ളിലെ ഈ പറയുന്നൊരു സാധനത്തിൽ നിന്നൊരു പൂർണ്ണമായിട്ടുള്ളൊരു വിടുതൽ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പഴയ പാപങ്ങൾ എപ്പോഴും നമ്മളിങ്ങനെ ട്രിഗർ ചെയ്യും, മനസ്സിനകത്തോട് ട്രിഗർ ചെയ്യും. ശരിയല്ലേ? പഴയ കോപം, പഴയ ഇഷ്ടങ്ങൾ, പഴയ ഓർമ്മകൾ, പഴയ ബന്ധങ്ങൾ, മുമ്പ് ചെയ്ത കാര്യങ്ങൾ, മുമ്പ് കണ്ട കാര്യങ്ങൾ, ആ പഴയ ഒരു വല്ലാത്ത ഒരു വൃത്തികെട്ട സ്വഭാവം ഒക്കെ നമ്മളിൽ ഇങ്ങനെ നുരഞ്ഞു പൊങ്ങി വരും. ഈഗോ, പാർഷ്യാലിറ്റി, ഇതെല്ലാം നമുക്ക് വരും. എപ്പോഴും ഒരു ഡോമിനേറ്റ് ചെയ്ത് നിൽക്കണമെന്നുള്ള ഒരു ചിന്ത, എന്നേക്കാൾ അവൻ വലുതാകണ്ട, എൻ്റെ സ്ഥാനം അവൻ എടുക്കണ്ട, ഇങ്ങനെയുള്ളൊരു ചിന്ത. ഇതൊക്കെ ഈ പവറിനൊന്നും വിധേയപ്പെടാതെ ഇരിക്കുന്നതാണ് നല്ലത്. അത് വന്നാൽ അന്നേരമേ അങ്ങ് നുള്ളിക്കളഞ്ഞോണം, വെട്ടിക്കളഞ്ഞോണം. എൻ്റെ ഭാഷയിൽ വെട്ടിക്കളഞ്ഞോണം, നുള്ളിക്കളഞ്ഞോണം അല്ല, വെട്ടിക്കളഞ്ഞോണം. കാരണം ഈ കോപം, തേജസ് കണ്ടില്ലേ മോശ? കണ്ടു. ദൈവശബ്ദം കേട്ടില്ലേ മോശ? കേട്ടു. ദൈവം എന്ത് ചെയ്താൽ അവർക്ക് വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു കൊടുത്തില്ലേ? പറഞ്ഞു കൊടുത്തു. പക്ഷെ മര്യാദയ്ക്ക് അത് ചെയ്യാൻ പറ്റിയോ? പറ്റിയില്ല. കാര്യം എന്നാ? ദൈവം പാറയോട് നോക്കി കൽപ്പിക്കാനേ പറഞ്ഞുള്ളൂ വെള്ളം പുറപ്പെടുവിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ മോശ ചെന്ന്, മത്സരികളെ, എൻ്റെ ദൈവത്തിന് പാറയെന്ന് വെള്ളം പുറപ്പെടുവിക്കാൻ പറ്റുമെന്ന് നിനക്കൊക്കെ തോന്നുന്നുണ്ടോ? കാണ് എന്നൊരു 2 അടി പാറ അടിച്ചു. മോനെ, ഈ ഇമോഷണലി നീ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയാൽ നീ ദൈവത്തെ മറുതലിക്കും. നമ്മളും അങ്ങനെ. ദൈവം പറയുന്നതിനേക്കാൾ 2 കൂടെ ഇട്ട് പറയാൻ ശ്രമിക്കും. ദൈവം പറഞ്ഞാൽ മതി.
അത് കേൾക്കാൻ മനസ്സുള്ളവർ മതി. നമ്മുടെ കൂട്ടത്തിലാണെങ്കിലും കൂട്ടായ്മയിലാണെങ്കിലും അങ്ങനെ ഇഷ്ടപ്പെടുന്നവർ മതി. ദൈവം പറഞ്ഞത് കൂടാതെ രണ്ടും കൂടെ ഇട്ട് പറഞ്ഞുള്ള ഒരു കൊഴിപ്പിക്കൽ വേണ്ട. അത് ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യും. ഗുണവും ചെയ്യത്തില്ല, എന്നാൽ ദോഷമേ ചെയ്യൂ. മോശയ്ക്ക് എന്താ സംഭവിച്ചത്? നീ ഈ ജനത്തെ വാഗ്ദത്ത ദേശം കൊണ്ട് കയറുകയല്ല എന്ന് കർത്താവ് പറഞ്ഞു. കാര്യം എന്നാ? പാറയോട് കൽപ്പിക്കാനേ പറഞ്ഞുള്ളൂ, അടിക്കാൻ പറഞ്ഞില്ല. പക്ഷെ തൻ്റെ കോപത്തിൽ ആ ദൈവ ശബ്ദത്തെ അനുസരിക്കാൻ മോശയ്ക്ക് കഴിഞ്ഞ് മറന്നുപോയി. കർത്താവ് അടിക്കാനാണോ കൽപ്പിക്കാനാണോ മറന്നു. ആ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം നേരെ മറുതലിച്ചു. ജനത്തിന് വെള്ളം കിട്ടി, അത് ദൈവത്തിന്റെ കരുണ ആണ്. മൃഗവും കുടിച്ചു, ജനവും കുടിച്ചു. പക്ഷെ ദൈവത്തിന്റെ അത് കലഹജലം എന്ന് ദൈവം പേരിടേണ്ടി വന്നു. എൻ്റെ ഭവനത്തിനകത്ത് ദൈവം ഒരു ബ്ലെസ്സിങ് പകർന്നാൽ അതിന് ദൈവം മറ്റൊരു പേരിട്ട് വിളിക്കേണ്ടി വരരുത്. ദൈവം ജനത്തിന് കൊടുത്ത വെള്ളം അനുഗ്രഹ ജലമാണ്, പക്ഷെ അത് കലഹജലം എന്ന് ദൈവം പേരിട്ട് വിളിച്ചു. എൻ്റെ ജീവിതത്തിൽ ഒരു കലഹജലം ഉണ്ടാകരുത്. എൻ്റെ മനസ്സിനകത്തൊരു കലഹജലം ഉണ്ടാകരുത്. ദൈവം എന്നിൽ പകർന്നത്, ദൈവം കൊടുത്ത ബ്ലെസ്സിങ് അല്ലേ അത്? ദൈവം കൊടുത്തൊരു ഗിഫ്റ്റ് അല്ലേ അത്? പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു, അതൊരു ബ്ലെസ്സിങ് അല്ലേ? പക്ഷെ ആ ബ്ലെസ്സിങ്ങിനെ ദൈവം തന്നെ പേരുമാറ്റി വിളിക്കേണ്ട ഒരു അവസ്ഥ. ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട മക്കളെ സർപ്പസന്തതികളെ എന്ന് വിളിക്കേണ്ടി വന്നില്ലേ? സർപ്പസന്തതികളെ എന്ന് വിളിക്കേണ്ടി വന്നില്ല. ആണോ? സർപ്പത്തിൽ നിന്നാണോ നമ്മൾ ജനിച്ചേ? അല്ല, പക്ഷെ ക്യാരക്ടർ അതാ. ആ സർപ്പൻ സ്പിരിറ്റിൽ നിന്ന് പുറത്ത് വരുന്ന കാലം വരെയും ആ പേര് ഇനി മാറത്തില്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യം? എന്നെ കൺട്രോൾ ചെയ്യുന്ന രണ്ട് പവർ പാടില്ല. എന്നെ കൺട്രോൾ ചെയ്യുന്ന രണ്ട് കിങ്ഡം പാടില്ല. എന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരൊറ്റ കിങ്ഡമേ പാടുള്ളൂ. അതാണ് ഹെവൻലി കിങ്ഡം. നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. ഇത് പറ്റുമോ നിങ്ങൾക്ക്? അത് കൈക്കൊണ്ടാലുള്ള ഗുണമാണ് ഞാൻ വായിച്ചത്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഈ ഒരു ഗിഫ്റ്റ് ഇനി തടയപ്പെടരുത്. എന്നിലേക്ക് വരുന്നൊരു ഗിഫ്റ്റ് ഇനി തടയപ്പെടരുത്. എന്നിലേക്ക് വരുന്നൊരു സമാധാനം ഇനി തടയപ്പെടും. ഉയരങ്ങളിൽ നിന്ന് ഇറങ്ങി വരേണ്ടതാണ്. ആ ഇറങ്ങി വന്നതിനെ ലീഗലി അവിടെ പറഞ്ഞു തടഞ്ഞു നിർത്താൻ സാത്താൻ ഇനി കഴിയരുത്. കാര്യം എന്താ? മനുഷ്യന്റെ കോപം എന്ന് യാക്കോബ് പേരിട്ട് വിളിച്ച ആ സാധനം, ആ സ്പിരിറ്റ് നമ്മിലുണ്ടാകരുത്. നിങ്ങളൊരു വ്യക്തിയോട് കോപത്തിൽ സംസാരിക്കരുത്. ഏത് മനുഷ്യൻ കേൾപ്പാൻ വേഗതയുള്ളവനും പറവാൻ താമസമുള്ളവനുമായിരിക്കട്ടെ എന്നാണ് വചനം പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന ഈ വചനം നിങ്ങളെ ഭയങ്കരമായിട്ട് ബ്ലെസ് ചെയ്യുന്ന വചനമാണ്. കേൾപ്പാൻ വേഗത വേണം, പറയാം. കോപത്തിൽ നിങ്ങളൊരു ഡിസിഷൻ എടുക്കരുത്. നിന്റെ ദേഷ്യം ആ വീടിനകത്ത് സമാധാനം അല്ല, കലഹമേ കൊണ്ടുവരും. കലഹജലമേ അവിടെ ഒഴുക്കൂ. നിന്റെ ദേഷ്യം ഒരുപക്ഷെ നമ്മളവിടെ ന്യായമായിട്ടായിരിക്കാം നമ്മളവിടെ ആക്രോശിക്കുന്നത്. പക്ഷേ ദൈവം അത് ആഗ്രഹിക്കുന്നില്ലെങ്കിലോ? നമ്മളൊരു വ്യക്തിയോട് ഒരു മറുപടി പറയേണ്ടതിന് ന്യായമായിട്ടും ദൈവം വെച്ചിരിക്കുന്ന ഒരു നിബന്ധനയുണ്ട്. അതിൻ്റെ മുകളിൽ കയറി നമ്മൾ സംസാരിക്കുന്ന ദൈവത്തിന് ഇഷ്ടമല്ലെങ്കിലോ? കാര്യം എന്താ? ഉയരത്തിൽ നിന്ന് അടുത്ത ഒരു വരം, അടുത്തൊരു മറുപടി എന്നിലേക്ക് വരാൻ അത് തടസ്സമാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നേ? ഒരു പക്ഷേ എൻ്റെ ലൈഫിൽ എൻ്റെ ബ്ലെസ്സിങ്ങിൻ്റെ അളവിതല്ലെങ്കിലോ, ഒരു പക്ഷേ എൻ്റെ ലൈഫിൽ എൻ്റെ ഗിഫ്റ്റിൻ്റെ ലെവൽ ഇതല്ലെങ്കിലോ, നിയമപരമായും സാത്താനിൽ നിന്നുള്ളത് എന്നിലേക്ക് വന്നിട്ട് അത് എൻ്റേതായി മാറി ഞാൻ അത് ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്നിലേക്ക് വരാനുള്ള പല ഉയരങ്ങളിൽ നിന്നുള്ള വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്നുള്ളത് ലീഗലി തടയപ്പെട്ടിരിക്കുകയാണെങ്കിലോ, എൻ്റെ പേരിൽ അയച്ച ഒരു ചെക്ക് എന്നിലേക്ക് എത്താൻ നിർവാഹമില്ലാതെ
ഏതോ പോസ്റ്റ് ഓഫീസിൽ കിടന്നോ കൊറിയർ സെൻറ്ററിൽ കിടന്നോ കറങ്ങുന്ന പോലെ ഇരിക്കും. മോനെ, അതിൻ്റെ ബെനിഫിഷ്യറിയുടെ പേര് നിൻ്റേതാണ്. അതിനകത്ത് വേർഡ്സിൽ എഴുതിയിരിക്കുന്നത് നിൻ്റേതാണ്, നിനക്കുള്ള എമൗണ്ടാണ്. അതിൻ്റെ അകത്ത് എമൗണ്ട് കോളത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഫിഗർ നിനക്കുള്ളതാണ്. പക്ഷേ അത് നിന്നിലേക്ക് വരാതെ വണ്ണം, ആ ഗിഫ്റ്റ് വരാൻ നിർവാഹമില്ലാതെ, നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതെ, നിന്നിലേക്ക് കണക്റ്റ് ആകാൻ പറ്റാതെ, നീ എവിടെയോ ഔട്ട് ഓഫ് കവറേജിൽ നിൽക്കുന്നത് കൊണ്ട് അത് വട്ടം ചുറ്റുകയാണ് എന്ന് പറഞ്ഞത് ആർക്കും ചെന്ന് അവിടുന്ന് പറിച്ചെടുത്തുകൊണ്ട് വന്ന് പുള്ളിയുടെ അക്കൗണ്ടിൽ ഇട്ട് മാറാനൊക്കത്തില്ല. ആ ബെനിഫിഷ്യറിയുടെ പേര് നിൻ്റേതാണ്. ഞാൻ എപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ആയിത്തീരുവോ അന്നേരമേ എൻ്റെ പേരിലുള്ളത് എന്നിലേക്ക് വരത്തുള്ളൂ. നിങ്ങളിൽ എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആർക്കും ഇഷ്ടപ്പെടാനല്ല ഞാൻ മെസ്സേജ് പറയുന്നത്. പക്ഷെ എനിക്ക് നന്നായിട്ടറിയാം, ഈ സന്ദേശം വേണ്ടവർ മാത്രമേ ഇന്ന് കേൾക്കുന്നുള്ളൂ. അബ്ബ എന്നെ ഏൽപ്പിച്ച മിനിസ്ട്രി ആയത്. ഈ പുസ്തകത്തിൽ പറയുന്നു, എൻ്റെ നീതിമാന്റെ അവകാശത്തിൻ്റെ മേൽ ദുഷ്ടൻ അച്ചായൻ്റെ ചെങ്കോലിരിക്കത്തില്ലെന്ന്. പ്രാർത്ഥിച്ചേ, നിന്റെ പേർക്ക് പുറപ്പെട്ടത് നിന്നിലേക്ക് വരണം. ദൈവത്തോട് എന്തെങ്കിലും കൺഫസ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തിപരമായി കൺഫസ് ചെയ്യാം. അവിടെ തടഞ്ഞു നിൽക്കുന്ന എല്ലാ ആത്മീയ നന്മകളും, എല്ലാ ഭൗതിക നന്മകളും, എല്ലാ പ്രാർത്ഥനകളുടെ മറുപടികളും ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ റിലീസാകട്ടെ. എല്ലാം റിലീസാകട്ടെ, എല്ലാം റിലീസാകട്ടെ. ചില മിനിറ്റുകളൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങും, ചില മിനിറ്റുകളൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങും. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. അസാധാരണമായ ആത്മസാന്നിധ്യം ഇതിനകത്ത് ചലിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാ പറഞ്ഞേ, എന്നിലേക്ക് വരട്ടെ, എന്നിലേക്ക് വരട്ടെ, എന്നിലേക്ക് വരട്ടെ, എന്നിലേക്ക് വരട്ടെ. വരാനുള്ള നന്മകൾ എന്നിലേക്ക് വരട്ടെ. തടഞ്ഞു നിൽക്കുന്നതെല്ലാം മാറുന്നു. തടയപ്പെട്ടതെല്ലാം യേശുവിന്റെ നാമത്തിൽ. നീ ഉപവസിച്ചു പ്രാർത്ഥിച്ചതിന്റെ മറുപടികളും, നിങ്ങൾ ദൈവസന്നിധിയിൽ കരഞ്ഞു ചോദിച്ചതിന്റെ മറുപടികളും, നിങ്ങൾ ഉപവസിച്ച് പ്രാപിക്കാൻ ആഗ്രഹിച്ച വരങ്ങളും എല്ലാം പരിശുദ്ധാത്മാവ് റിലീസ് ചെയ്തു. എങ്കിലും ഒരു ഇമോഷൻ അതിനെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഇമോഷൻ, ദൈവത്തിൻ്റെ അത് വ്യാപാരം ചെയ്യേണ്ട സ്ഥാനത്ത് എൻ്റെ സ്വയത്തിൽ നിന്ന് എന്തെങ്കിലും വ്യാപാരം ചെയ്തു പോയെങ്കിൽ, അത് സാത്താൻ ഒരു ലീഗൽ റൈറ്റ് ആയിട്ട് അവൻ അത് യൂസ് ചെയ്തെങ്കിൽ, ഇന്ന് യേശുവിന്റെ നാമത്തിൽ അത് ക്യാൻസൽ ആകട്ടെ. ആ സാത്താന് ലഭിച്ച ലീഗൽ റൈറ്റ്സ് ഞങ്ങൾ ക്യാൻസൽ ചെയ്യും. ഇന്ന് ആ ബ്ലെസ്സിങ്സ് ഇതിനകത്ത് റിലീസ് ആകട്ടെ. ആ പ്രാർത്ഥനകളുടെ മറുപടികൾ റിലീസ് ആകട്ടെ. ആ ദൈവപ്രവൃത്തി ഇതിനകത്ത് റിലീസ് ആകട്ടെ. ആത്മാവിനോട് വ്യക്തമായി പറയുന്നു, ചില ഷെല്ലുകൾ പൊട്ടുകയാണ് ഇതിനകത്ത്. ഷെല്ലുകൾ പൊട്ടിത്തുടങ്ങുകയാണ്, ഷെല്ലുകൾ പൊട്ടിത്തുടങ്ങുകയാണ്. ഒരു വലിയ നദി പോലെ എന്തോ ഇതിനകത്ത് ഒഴുകിയിറങ്ങുന്നു.
പ്രാർത്ഥിക്കുക. അസാധാരണമായ ഗ്ലോറി ഇതിനകത്ത് മാനിഫെസ്റ്റ് ചെയ്യും. മോസസ് കണ്ട ഗ്ലോറി ഇതിനകത്ത് മാനിഫെസ്റ്റ് ചെയ്യും. ഹോളി ഗോസ്റ്റ്, നീ ഒത്തിരി മുറിവേൽക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ, ഒത്തിരി നിന്ദിക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ, പലരും നിങ്ങളോട് കലഹിക്കത്തക്ക രീതിയിൽ സംസാരിച്ചു എന്നുണ്ടെങ്കിൽ, കവിണ്ണു വീഴ ദൈവത്തിന്റെ സമാഗമന കൂടാരത്തിന്റെ മുമ്പിൽ. ആരും കാണാത്ത ഗ്ലോറി ദൈവം നിന്റെ കണ്ണിന്മേൽ കാണിക്കും. ആരും കണ്ടിട്ടില്ലാത്ത മഹത്വം ദൈവം നിന്റെ കണ്ണിന്മേൽ കാണിക്കും. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ ജനത്തെ അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കും. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഒരു റിലീസിങ് ഇതിനകത്തുണ്ടാകട്ടെ. ഒരു ബ്രേക്ക് ത്രൂ സംഭവിക്കട്ടെ. ഒരു ബ്രേക്ക് ത്രൂ സംഭവിക്കട്ടെ. ഒരു ബ്രേക്ക് ത്രൂ സംഭവിക്കട്ടെ. സകല മേഖലകളിലേക്കും ഉയരത്തിൽ നിന്ന് റിലീസായ, ഉയരത്തിൽ നിന്ന് സപ്ലൈ ചെയ്ത് ഞങ്ങളുടെ ബ്ലെസ്സിങ്സിനെ തടയുന്നതെല്ലാം കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്, 4 ദിക്കിൽ നിന്നും തടസ്സം തകർത്ത് ഞങ്ങൾ റിസീവ് ചെയ്യും. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഡാഡി, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ യൂട്യൂബിൽ കാണുന്ന, സൂമിൽ കാണുന്ന ഓരോ ദൈവ മക്കളുടെ ലൈഫിലേക്ക് ആ ഹെവൻലി പ്രൊവിഷൻസ് വെളിപ്പെടട്ടെ, 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 വെളിപ്പെടട്ടെ. ശിഖോമോനോദോരോബോ സീഖേമ. Heavenly provisions വെളിപ്പെടട്ടെ. Heavenly provisions heavenly supply ഉണ്ടാകട്ടെ. heavenly distribution നടക്കട്ടെ. ഒരു മെഗാ പവർ ഇതിനകത്ത് മൂവ് ചെയ്യട്ടെ യേശുവിന്റെ നാമത്തിൽ. ഉയർത്തെഴുന്നേൽപ്പുകൾ നടക്കട്ടെ. എല്ലാം മരവിച്ചിരിക്കുന്ന അവസ്ഥകൾ ക്യാൻസൽ ആകട്ടെ. എല്ലാ ഡിസപ്പോയിന്റ്മെന്റുകൾ മാറട്ടെ. എല്ലാ സ്ട്രെസ് വിട്ടുമാറട്ടെ. എല്ലാ രോഗശക്തികൾ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ആകട്ടെ. എല്ലാ ശാപങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ആകട്ടെ. എല്ലാ കൺഫ്യൂഷൻസ് മാറട്ടെ. എല്ലാ ആങ്സൈറ്റി, ഡിപ്രഷൻ, എല്ലാ ഐസൈറ്റ് ഇഷ്യൂസ് എല്ലാം മാറട്ടെ. Nazareth of God in Kamanosian Telara Baba Baba. Mahatum Chaligata, Mahatum Chaligata, Mahatum Chaligata, Mahatum, Mahatum, Mahatum Paranamedicata. Yeshuvinda Namadi. Oh Ramase Antono Boshes. E Jonathan bless you in the daddy. E Jonathan bless you. വലിയൊരു ആത്മമണ്ഡലം കർത്താവേ ഞങ്ങളുടെ മധ്യത്തിൽ അവിടുന്ന് തുറന്നു തന്ന അവിടുത്തെ കൃപയ്ക്കായി ഞാൻ നന്ദി പറയുന്നു. ഞങ്ങളെല്ലാ മഹത്വവും, എല്ലാ ആരാധനയും, സ്തുതി, ബഹുമാനവും അങ്ങേക്ക് അർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ സ്പർശിച്ചതിനായി സ്തോത്രം. അതിന് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ശുശ്രൂഷകൾ നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും കൂടെ നിങ്ങൾ ഞങ്ങളുടെ മീറ്റിങ്ങിൻ്റെ ലിങ്ക് കൊടുക്കുക. ഞങ്ങളുടെ മീറ്റിങ്ങിൻ്റെ ടൈമൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഇതിനകത്ത് സർവീസുണ്ട്. ഈ ചാനലിൽ സർവീസുണ്ട്. ഇപ്പോൾ പ്രത്യേകമാകുന്ന പ്രാർത്ഥനകൾ ഞങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദിവസമാണ്. എല്ലാ ദിവസവും രാത്രി 9:15 മണി മുതൽ 10:15 മണി വരെയും മിഡ് നൈറ്റ് 12 മണി മുതൽ 1 മണി വരെയും ഞങ്ങൾക്ക് പ്രത്യേകമായ പ്രാർത്ഥനകൾ നടക്കുന്നു. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഈ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാലും അതുപോലെ ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പിൽ എഴുതി അയച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും.
ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ ടെസ്റ്റിമണീസൊക്കെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഈ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാം. ദൈവം നിങ്ങളെ സഹായിക്കും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടെ ഓർക്കുക, ഞങ്ങളുടെ മിനിസ്ട്രിയെ നിങ്ങൾ ഓർക്കുക. വലിയൊരു ദർശനത്തോടെ, വലിയൊരു ആശയത്തോടെ, വലിയൊരു കാഴ്ചപ്പാടോടെയാണ് പരിശുദ്ധാത്മാവായ ദൈവം ഈ ഒരു ശുശ്രൂഷ എന്നിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് ദൈവമക്കളുടെ ആത്മാർത്ഥമായ പിന്തുണയും പ്രാർത്ഥനയും ഞങ്ങൾക്ക് വളരെ ആവശ്യമാണ്. ആ പ്രാർത്ഥനകൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. നിങ്ങൾ പലരും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നും ഞാൻ മനസ്സിലാക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ, നിങ്ങൾക്കുള്ള എല്ലാത്തിനെയും സമൃദ്ധമായി അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കട്ടെ. നമുക്ക് അടുത്ത ദിവസം പുതിയൊരു സന്ദേശവുമായി കർത്താവ് എന്നെ അയക്കുന്നതുവരെ നമുക്ക് ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിൽ നമുക്ക് അഭയം പ്രാപിക്കാം, ശരണപ്പെടാം. കർത്താവ് നിങ്ങളെ ബ്ലസ് ചെയ്യട്ടെ. ഗോഡ് ബി വിത്ത്